ഹലോ ആൾ, ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ് സെഷനിൽ എൻ്റെ കൂടെയുള്ളത് അഞ്ജുമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 10th വരെ, ഒരു 5th സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ ഒപ്പം പഠിച്ചതാണ്. രണ്ടുപേരും ഇപ്പോൾ MBBS ആണ് പഠിക്കുന്നത്. ഞാൻ കേരളത്തിലാണ്, ഗവൺമെൻറ് MBBS കേരളത്തിലാണെങ്കിൽ ഇപ്പം പുറത്താണ് അതായത് കേരളത്തിന്റെ പുറത്താണ്, അതർ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, കേരളത്തിലും അതർ സ്റ്റേറ്റിലുള്ള ഡിഫറൻസ് ഒരു ലൈഫ് MBBS ലൈഫ് പറയാം. അതിന് മുന്നേ നമുക്ക് നീറ്റിന്റെ ജേണി സംസാരിക്കാം, ഡീറ്റെയിൽ ആയിട്ട് ജേണി. ഇപ്പൊ നീറ്റൊക്കെ അടുക്കാൻ വരികയാണ്, അപ്പൊ അവർക്ക് ഒരു എന്താ പറയാ മോട്ടിവേഷൻ ആവട്ടെ. രണ്ടുപേരും റിപ്പീറ്റർ ആണ്, രണ്ടുപേരും 3rd ഇയർ MBBS സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ്, MBBS റിലേറ്റഡ് കണ്ടന്റ്സ്, ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. സോ അഞ്ജു, ആദ്യം നമ്മൾ 5th സ്റ്റാൻഡേർഡ് മുതലാണ് നമ്മൾ നോവലിൽ ഒപ്പം പഠിക്കുന്നത്. സോ അതിന് ഈ MBBS ചൂസ് ചെയ്യുന്നുള്ളത് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ എന്താ പറയാ 2ാം ക്ലാസ് മുതലേ MBBS അല്ല, എനിക്ക് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഉണ്ടായിരുന്നു. പിന്നെ 10th കഴിഞ്ഞിട്ട് തീരെ പൊതുവെ താല്പര്യമില്ലാത്ത പോലെ. എന്റെ കേസ് എങ്ങനെയായിരുന്നു? ത്രൂ ഔട്ട് എന്താ പറയാ ഇതേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ, ഇതിനെ പറ്റിയേ നോക്കലുള്ളൂ. അത് പിന്നെ എന്താ പറയാ ഫിക്സ് ചെയ്തു MBBS വേറൊരു അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടിട്ട് തന്നെയായിരുന്നു. അതെ, ഇത് ഫിക്സ് ചെയ്തു, ഈ ഒരു കോഴ്സിനെ പോകുള്ളൂ എന്നുള്ളത് ഫിക്സ് ചെയ്തു. അപ്പോൾ 10th സ്കോർ ഒക്കെ എങ്ങനെ പറയാൻ പറ്റും? കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ സ്കോറൊക്കെ അറിയാൻ ഈ നീറ്റ് ആസ്പിറൻസിന് വളരെ വലിയ ഇതായിരിക്കും. നമ്മൾ CBSE എന്നല്ല, അതുകൊണ്ട് മറ്റേ ഗ്രേഡിംഗ് ബേസിലല്ല, പെർസെന്റേജ്. എനിക്ക് 89.4, എന്റെ 92 പോയിന്റ് സംതിങ് ആണ് തോന്നുന്നുണ്ട്. 92 ഞാൻ മറക്കൂല, കാരണം 89.6 ആയാല് ഫ്ലക്സ് അടിച്ചു, അതില്ല. എനിക്ക് 0.4 മനസ്സിലായി. 0.5 മേലെ ഉള്ളവർക്ക് 90% മേലെ ഫ്ലക്സ് ചെയ്തു. അപ്പോൾ 10th കഴിഞ്ഞു. 10th കുഴപ്പമില്ല, അത്യാവശ്യം പഠിക്കും. 10th ആകുമ്പോൾ എല്ലാവരും SSLC എഴുതല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് +1 ആൻഡ് +2 പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? +1 ഇന്റഗ്രേറ്റഡ് ആയിരുന്നു. പക്ഷെ എന്താ പറയാ, അന്ന് മര്യാദക്ക് പഠിച്ചില്ല. അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഡ്രോപ്പിന്റെ ആവശ്യം വന്നില്ലായിരുന്നു. സാധാ അതിൽ വേറൊരു അർത്ഥം കൂടി ഉണ്ട്. എന്താ പറയാ, ഇന്റഗ്രേറ്റഡിന്റെ ആവശ്യമില്ല. +1 +2 വൃത്തിക്ക് പഠിച്ചപ്പോ കയറാം. ഇന്റഗ്രേറ്റഡ് ആയിട്ടും കാര്യം ഉണ്ടായില്ല, സാധാ ഒരു കമ്മിങ് ഗോയിങ്. അപ്പൊ എന്റെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ +1 +2 നോബിൾ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. CBSE കൊറോണ ബാച്ച് ആയതുകൊണ്ട് ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല മര്യാദക്ക്. കൊറോണ ഫുൾ വീട്ടിലായിരുന്നു, ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഇന്റഗ്രേറ്റഡ് അല്ലല്ലോ, ഒന്നും മര്യാദക്ക് പഠിക്കില്ല, നല്ല ക്ലാസ് കിട്ടുന്നില്ല, ആ രീതിയിലായിരുന്നു. പിന്നെ അന്ന് ഓൺലൈൻ ക്ലാസ് ഇത്ര അടിപൊളിയായിട്ട് തുടങ്ങുന്ന ഒരു സീസണാണ്. ഇപ്പോഴാണ് അതിനുശേഷം എല്ലാ ബ്രാൻഡും ഓൺലൈൻ ക്ലാസ് തുടങ്ങി. അപ്പോൾ +2 എക്സാം എഴുതിയില്ല. ഞങ്ങൾ CBSE ആയതുകൊണ്ട് എഴുതിയില്ല. ഈ CBSE അല്ല. അപ്പോൾ ഓക്കെ, +2 എക്സാം എഴുതി. അപ്പൊ +2 എത്ര സ്കോർ ഉണ്ടായിരുന്നു? കൊറോണ ബാച്ച് അല്ലേ, ഫുൾ A+, 97%, 96 പോയിന്റ് എത്രയോ 97 എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെറുതെ വാരിക്കോരി കൊടുത്തവര്. +2 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. +2 കഴിഞ്ഞ് ഇനിയിപ്പോ നീറ്റ് റിപ്പീറ്റ് ആണ് എന്നുള്ളത് അന്ന് ആലോചിച്ചു. അത് അതിന് മുന്നേ തന്നെ നമുക്ക് ഒരു പ്രൈവറ്റ് സീറ്റ് നോക്കണം, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിരുന്നു? ഞാന് പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും കിട്ടണം, എടുക്കണം. അതിനിപ്പോ പ്രൈവറ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. നല്ലതല്ല. +1 പഠിച്ചിട്ടില്ല എന്നറിയാം, അതുകൊണ്ട് റിപ്പീറ്റിന് പോയി. ഒരു ട്രൈ ചെയ്ത് പഠിച്ചിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ എന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ +1 +2 ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ റിപ്പീറ്റ് മസ്റ്റാണ്. ഞാൻ റിപ്പീറ്റിന് പോയിട്ടില്ല, ഞാൻ വീട്ടില് ഞാൻ എവിടെ എടുത്തിട്ടല്ലേ ഈ ഒരു +1 +2 നോട്ട്സ് വെച്ച് അങ്ങനെ പഠിക്കായിരുന്നു. അങ്ങനെയായിരുന്നു. ഞാൻ ബ്രില്യന്റിലായിരുന്നു റിപ്പീറ്റ് ചെയ്തത്. പിന്നെ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ ബ്രില്യന്റ് പ്ലസ് സൈലം എന്നുള്ള രീതിയിൽ 2 ഓൺലൈൻ ബാച്ച് എന്നുള്ള രീതിയിൽ ഭയങ്കര ഹോം സിക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ഒരു നോട്ട്സ് വെച്ചിരുന്നത്. അപ്പൊ പിന്നെ എക്സാം ഒക്കെ എങ്ങനെ എഴുതപ്പോ ലാസ്റ്റിലേക്ക്? എഴുതിയിട്ടില്ലേ, ലാസ്റ്റ് ബ്രില്യന്റിന്റെ എന്താ പറയാ ടെസ്റ്റ് സീരീസ് അതെടുത്തിരുന്നു. അപ്പോൾ ഓഫ്ലൈൻ എക്സാം എഴുതാൻ പോകുന്ന ടൈമിൽ ഇവനെയും കണ്ടിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതിയിട്ട് അന്നൊക്കെ മാർക്ക് ഉണ്ടായിരുന്നോ? 300, എനിക്കറിയാം 300 മാർക്ക്, 200 മാർക്ക്, 250, 400 മാർക്ക്, ഈ റേഞ്ചിലാണ് ഞങ്ങൾ ലാസ്റ്റത്തെ 2 മാസം മുന്നേ വന്നിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടിയില്ലേ മാർക്ക്, ലാസ്റ്റൊക്കെ കൂടി. പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. റിപ്പീറ്റ് ചെയ്ത് എവിടെയാണ്? റിപ്പീറ്റ് ഞാൻ കോഴിക്കോട് തന്നെ എന്താ പറയാ ഡോക്ടർ JPS അവിടെ പോയി. എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല. ലാസ്റ്റ് ഒരു 2 months ഇതാക്കിയ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തു. ഡോപ്പിക്ക് പോയിരുന്നു? ഡോപ്പിലും പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലല്ലോ? ഡോപ്പ് +2 ക്രാഷ് കോഴ്സിന് ഒരാഴ്ച ഡോപ്പിക്ക് പോയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പ്രിപ്പറേഷൻ. അപ്പോൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2 പേരും കൂട്ടാണെങ്കിൽ പോയിട്ട്, അപ്പൊ ഈ ഡോപ്പ പോയിട്ടുണ്ട്, JPS പോയിട്ടുണ്ട്, ഞാൻ സൈലം ബ്രില്യന്റ് ആ യൂണിവേഴ്സിലും പോയിട്ടുണ്ട്. ഇപ്പൊ എജുപോർട്ടൊക്കെ പോകാത്തുള്ളൂ, അത് തുടങ്ങാൻ വയ്യ. അപ്പൊ അങ്ങനെ അപ്പൊ ഇനിയിപ്പോ നീറ്റൊക്കെ ക്രാക്ക് ചെയ്ത് ഇതിന്റെ അർത്ഥം എന്താ പറയാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഘടകമല്ല,
ഓക്കെ ഓക്കെ. അപ്പൊ നീറ്റൊക്കെ ക്രാക്ക് ചെയ്ത് ഇപ്പൊ MBBS സീറ്റിൽ കയറി. MBBS ലൈഫ് എങ്ങനെയാണ്? ഫസ്റ്റ് ഇയർ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഇയർ ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. എന്താ നടക്കണമെന്ന് അറിയില്ല, ഒരുപാടുണ്ട്. എന്താ പറയാ, കടാവർ കാണുക, വിച്ച് മീൻസ് ബോഡി കാണുക, ഡെഡ് ബോഡി കാണുക, അത് ഡിസെക്ട് ചെയ്യാൻ പറയാ, പിന്നെ ഒരുപാട് പോർഷൻസ് കൂട്ടിയാ കൂടുമോന്ന് അറിയില്ല. അതെല്ലാരും അപ്പൊ സീനിയേഴ്സിനോട് ചോദിച്ചപ്പോൾ ഓരോ പറഞ്ഞു ഓരോ അങ്ങനെ തന്നെയാണ്. പിന്നെ ലാംഗ്വേജ് ബാരിയറും കൂടെ ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരി തമിഴ്നാടാണ്, ഒക്കെ കൂടി ഒരു ടെൻഷൻ ആയിരുന്നു. അപ്പൊ നാട്ടിൽ ചോദിച്ചപ്പോൾ ഓരോ അങ്ങനെ തന്നെ, കസിൻസ് സീനിയേഴ്സ് എല്ലാവരോടും ചോദിച്ചപ്പോൾ ഓരോ തന്നെ പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാനും മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ നമുക്കും ഫസ്റ്റ് ഇയർ ഇതുപോലെ തന്നെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഇയർ എല്ലാവരും ഈ പുതുക്കത്തിലാകുമ്പോൾ ടീച്ചർമാരെ അങ്ങനെ പേടിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയാണ് കോഴ്സ് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്തിട്ട് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ട് പഠിക്കും. പക്ഷെ അങ്ങനെ പഠിക്കണം ശരിക്കും. പക്ഷെ ആ പേടി ഫസ്റ്റ് ഇയറിൽ നല്ലതാണ്. പക്ഷെ സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ ആകുമ്പോൾ ഇത്ര ഒരു എന്താ പറയാ പേടി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ടിങ്ങിലേ കഴിയും. എന്താ ഒരു പേടി ഉണ്ടാവില്ല, പിന്നെ നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കാൻ തുടങ്ങും. ഫസ്റ്റ് ഇയറിൽ ആ പേടി നല്ലതാ, അതുകൊണ്ടാണ് പാസ് ആവുന്നത്. സെക്കൻഡ് ഇയർ മുതലേ ക്ലിനിക്കൽ എക്സ്പോഷർ ഒക്കെ തുടങ്ങിയത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ക്ലിനിക് ഇല്ല? ഫസ്റ്റ് ഇയർ കോഴിക്കോട് മാത്രമേ ഉള്ളൂ അല്ലേ? ഇന്ത്യയിലെ കോഴിക്കോട് മാത്രമേ ഉള്ളൂ. അവിടെ അത്രയും കേസ് ഉണ്ടായിട്ടോ. ഓക്കെ. അപ്പൊ പിന്നെ ഇപ്പോ ഫസ്റ്റ് ഇയറിൽ എത്ര പേഴ്സൻറ്റേജ് ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഇയറില് ഓർമ്മല്ല. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറില് അനാട്ടമി ഇതുണ്ട്, ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ബാക്കി രണ്ടും ഇല്ല. സെക്കൻഡ് ഇയറിൽ ഒന്നുമില്ല, ഡിസ്റ്റിങ്ഷൻ ഒന്നുമില്ല. അപ്പൊ എന്റെ കേസ് അങ്ങനെ തന്നെ. എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഒന്നുമില്ല. എനിക്ക് 60 above % സംതിങ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ ഈ ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ നീറ്റിന് പഠിക്കുന്ന, അതായത് ഈ വർഷം നീറ്റ് എഴുതുന്ന ഒരുപാട് പേര് വീഡിയോ വാച്ച് ചെയ്യുന്ന അവരുടെ പാരന്റ്സ് കാണുന്നുണ്ടാവും. അപ്പൊ പാരന്റ്സ് ഒക്കെ ഉണ്ടാവും മാർക്ക് കുറച്ച് കുറവാണെന്നെങ്കിലും ചിലപ്പോൾ തമിഴ്നാട് അത് അതർ സ്റ്റേറ്റിൽ എടുക്കേണ്ടി വരും. അപ്പൊ അതർ സ്റ്റേറ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ഇവര് ശ്രദ്ധിക്കുന്നത്? അത് ഞാൻ എന്തുകൊണ്ട് അതർ സ്റ്റേറ്റ് എത്തി എന്നുള്ള പറയാം. അത് സർട്ടിഫിക്കറ്റ്, റിലേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും, പിന്നെ എന്താ പറയാ NCL നമ്മളെ റിസർവേഷൻ സർട്ടിഫിക്കറ്റും ഞാൻ എന്താ പറയാ അത് ശ്രദ്ധിച്ചില്ല. ഈ ഒരു നീറ്റ് കഴിഞ്ഞതില് സർട്ടിഫിക്കറ്റിന്റെ പിന്നാലെ അത് അങ്ങനത്തെ എന്താ പറയാ ഇത്രയും ബ്ലണ്ടർ ആയിട്ടുള്ള അബദ്ധങ്ങൾ പറ്റാതെ നോക്കുക. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇതല്ലേ, ഇതിന്റെയൊക്കെ NCLന്റെ ഒക്കെ കാലാവധി 1 year ആണ്. അതൊന്നും നോക്കിയില്ല. അതുകൊണ്ട് കിട്ടാവുന്ന റിസർവേഷൻ പോയി. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. എന്തൊക്കെയാണ് കൂടുതൽ അവിടെ പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ? ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, അതേ ഉള്ളൂ. അതും വിത്തിൻ 2 months നമുക്ക് പിക്ക് ചെയ്ത് എടുക്കാം. മലയാളീസ് ഒരുപാടുണ്ടാവും. അതെ, മലയാളീസ് എല്ലാ കോളേജിലും എല്ലായിടത്തും ഉണ്ട്. ആ ഒരു റാങ്കിങ് ഇഷ്യൂ കോളേജ് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ അധികം ഒരു എന്താ പറയാ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ കുറവാണല്ലോ അത്രയും ഇഷ്യൂവും കാര്യങ്ങളും ഉണ്ടായിട്ട്. സർട്ടിഫിക്കറ്റ് പോണ കാര്യമാണ്. അപ്പൊ പിന്നെ ആരും ആ റിസ്കിന് നിൽക്കലില്ല. ഓക്കെ. അപ്പൊ കോളേജ് ചൂസ് ചെയ്തു. ഇപ്പൊ മെസ്സ്, ഇപ്പൊ ഫുഡിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഫുഡ് ഫസ്റ്റ് ഇയറിൽ നല്ല ഫുഡ്, കാരണം ഞങ്ങൾ മെസ്സിൽ കേരള ഫുഡ് കിട്ടിയിരുന്നു. സെക്കൻഡ് ഇയറിൽ വെറുതെ എല്ലാവരും പറഞ്ഞ ആഗ്രഹത്തിൽ എന്താ പറയാ സെക്കൻഡ് ഇയർ പുറത്ത് വീടെടുത്തു. അതിന് ശേഷം തൈര് സാധനം, സാമ്പാർ സാധനം, പൊങ്കല്, ശരിയായ തമിഴ് ഫുഡൊക്കെ മാറി. ഫസ്റ്റ് അതിന്റെ ആവശ്യമില്ല. അതെ. അപ്പൊ അങ്ങനെയാണ് ഫുഡിന്റെ കാര്യങ്ങള്. പിന്നെ ഈ ഫാക്കൽറ്റീസ് ഒക്കെ ക്ലാസ് എടുക്കുന്നത് ഇപ്പൊ മലയാളി ഫാക്കൽറ്റീസ് ഉണ്ടോ? ഞങ്ങളുടെ കോളേജ് ഒരു എന്താ പറയാ 60-70% മലയാളി ഫാക്കൽറ്റീസ്. പക്ഷെ അല്ല, അത് ഡിപ്പെൻഡ് ചെയ്തില്ല. മലയാളീസ് ആണെങ്കിലും നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും ഇംഗ്ലീഷിലെടുക്കുക നമുക്ക് നല്ലത്. അതെ. പിന്നെ മലയാളീസ് മാത്രമല്ലല്ലോ കോളേജിൽ പഠിക്കുന്നത്. ഓക്കെ. പിന്നെ അവിടെ മലയാളത്തിൽ എടുക്കല്? അതെ, മലയാളത്തിലാണ് ഫാക്കൽറ്റീസ് എടുക്കുക. ഇംഗ്ലീഷിൽ എടുക്കും, പക്ഷെ മലയാളത്തിൽ എടുക്കുന്ന ഫാക്കൽറ്റീസ് ഉണ്ട്. അധികം മലയാളി, മെജോറിറ്റി 99% മലയാളി ഡോക്ടേഴ്സ് തന്നെയാണ്. പിന്നെ അതർ സ്റ്റേറ്റിൽ നിന്ന് വന്ന ഡോക്ടേഴ്സിന് മലയാളം അറിയാം. കാര്യം പേഷ്യന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മലയാളം അറിയേണ്ടി വരും. അതുണ്ട്, ഏത് കോളേജിൽ പോയാലും അവിടുത്തെ ഭാഷകൾ എടുക്കണം. കാരണം ഹിസ്റ്ററി ടേക്കിങ്ങിനും അവിടുത്തെ പേഷ്യൻസിനോട് സംസാരിക്കാനും. ഇപ്പൊ ഏതാ പോസ്റ്റിംഗ്? OBG ആണ്. ഗൈന പോസ്റ്റിംഗ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഹിസ്റ്ററി ഒക്കെ എടുക്കലുണ്ടോ? ഹിസ്റ്ററി എടുക്കലുണ്ട്. നല്ലൊരു എക്സ്പോഷർ അല്ലേ ഹിസ്റ്ററി എടുക്കല്. അവരെല്ലാ കാര്യങ്ങളും പറയാം. ഓക്കെ. അപ്പോൾ ഏറ്റവും എന്താ പറയുക ഇഷ്ടമുള്ള പോസ്റ്റിംഗ് ഏതാണ്? മെഡിസിൻ, OBG, പീഡിയാട്രിക്, ഓർത്തോ, സർജറി? എനിക്കും സർജറിയാണ്. ഇപ്പൊ ഭാവിയിൽ ഇപ്പൊ PG ഒക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ഏതെടുക്കാനാണ് താല്പര്യം? അറിയില്ല. ഇപ്പൊ നിലവില് സർജറി ആണെങ്കിൽ മാറും അറിയില്ല. നിലവിൽ എനിക്ക് സർജറിയാണ് എടുക്കാൻ, ഓർത്തോപെഡിക് സർജൻ അല്ലെങ്കിൽ ജനറൽ സർജനൊക്കെ. ജനറല് കാര്യം സർജൻ ആവണ അത്ര തലവാണ്, ലൈവാണ്. പിന്നെ നമുക്ക് മെഡിസിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും എന്താ പറയാ ഓരോ ഇൻവെസ്റ്റിഗേഷൻ ബേസിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് അപ്ഡേറ്റ്. പക്ഷെ സർജൻ ആവാൻ അങ്ങനെ തലന്റെ ആവശ്യമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല. പിന്നെ ഓരോ ഏരിയയിലും പിന്നെ അധികം എന്താ പറയാ റിപ്പീറ്റഡ് സർജറീസ് തന്നെ ആവും, റിപ്പീറ്റഡ് കേസസ് തന്നെ ആവും. നമ്മളതിൽ പ്രോ ആവുന്നുള്ളൊരു തോന്നല്. അപ്പൊ ഈ നീറ്റിനെ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? നീറ്റിന് നമ്മളെ ബെസ്റ്റ് ഇടുക.
ഇപ്പൊ എവിടെയാണെങ്കിലും എത്ര എന്താ പറയാ എവിടെയാണെങ്കിലും എത്ര റാങ്കിനാണെങ്കിലും എത്ര അമൗണ്ടിനാണെങ്കിലും MBBS അവൈലബിൾ ആണ്. അത് കേരളത്തിൽ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അബ്രോഡ്, എങ്ങനെ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നേടിയെടുക്കാം. അപ്പൊ നമ്മളെ ബെസ്റ്റ് നമ്മൾ ഇടുക, അത്ര തന്നെ. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ സ്പോർട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ അവിടെ? സ്പോർട്സ് അവിടെ തമിഴ്നാട് എന്താണല്ലോ മെയിൻ എന്താ ക്രിക്കറ്റ് ആണ്. പക്ഷെ എല്ലാതും ഉണ്ട്, നോർത്തുനിന്നും എല്ലാവരും ഉണ്ട്, എല്ലാ സ്പോർട്സും നമ്മള് അതൊക്കെ സത്യം പറഞ്ഞ കോളേജ് ഡിപ്പെൻഡ് ചെയ്യും. ഞങ്ങൾക്ക് സ്പോർട്സിനെല്ലാം മുന്നിലുള്ള കോളേജ് എല്ലാത്തിലും ഉണ്ട്. വോളിബോളും ബാസ്കറ്റ് ക്രിക്കറ്റും ഫുട്ബോളും എല്ലായിടത്തും ജിപ്മറിലും എല്ലായിടത്തും പോയി കളിക്കുന്ന ടീമാണ്. അത് കോളേജ് ഡിപ്പെൻഡ് ചെയ്യും. അവിടെ അങ്ങനെ അല്ലേ? അതെ അതെ അതെ. അപ്പോൾ സ്കോളർഷിപ്പ് ഇപ്പൊ ഗവൺമെന്റിലാണെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഈ കിട്ടും നമുക്ക്. ജനറൽ കാറ്റഗറിക്ക് കിട്ടുന്നോണ്ടില്ല, ബാക്കിയുള്ളവർക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. നിങ്ങൾ അവിടെ ഞങ്ങളവിടെ ഗവൺമെന്റിന്റെ അണ്ടറിൽ കുറെ സ്കോളർഷിപ്സ് ഉണ്ട്, കിട്ടും. പക്ഷെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതർ സ്റ്റേറ്റ് കുട്ടികൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഇത്ര കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു റാൻഡം ടോക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പുറത്ത് MBBS, അതായത് അതർ സ്റ്റേറ്റ് MBBS എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ, ഒരു പോഡ്കാസ്റ്റ് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്തതാണ്. കേരളയും അതർ സ്റ്റേറ്റും തമ്മിലുള്ള മാറ്റം, ഡിഫറൻസ്, അവിടെ എത്ര ആയാലും നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളും കിട്ടും, അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, സോ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, നല്ലൊരു ഗവൺമെന്റ് സീറ്റ് തന്നെ എനിക്ക് കിട്ടട്ടെ. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ബൈ.